ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വെള്ളിയാഴ്ച ദിവസം കൂടെ നിങ്ങളുടെ മധ്യേ ആയിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം അനുവദിച്ച വലിയ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്കൊരു നിമിഷം കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയം ഉണ്ട്. എന്ത് കാര്യം ഒരു മനുഷ്യൻ ചെയ്തിരുന്നാലും അതെല്ലാം മുന്നമേ അറിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. നീ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനാക്കി തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് വചനം. അപ്പോ ഇന്നത്തെ ദിവസം എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനല്ല, ദൈവമാണ് ഇതെല്ലാം നടത്തുന്നത്. കഴിഞ്ഞ ഒരു 5-6 മണിക്കൂറുകൾക്ക് മുൻപ് നിങ്ങളുടെ സുവിശേഷകരെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം, എനിക്കൊരു അത്യാവശ്യ യാത്രയുണ്ട്, എത്ര മണിക്ക് എത്തും എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോ 8:30 8 മണിയാകാം, 7:30 അതെന്താണെന്ന് എനിക്കറിയില്ല എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന്റെ തിരക്ക് കണ്ടപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ ദൈവം അതല്ല വിധിച്ചിരുന്നത്. ദൈവം നിയോഗിച്ചിരുന്നത് അദ്ദേഹം തക്ക സമയത്ത് ആലയത്തിലേക്ക് കയറി ചെല്ലണം എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ പ്രകാരമാണ് ഞാനും ഈ സഭയിൽ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ബുധനാഴ്ച ദിവസം ഞാൻ 7 മണിക്ക് വരാമെന്ന് പറഞ്ഞു. പക്ഷേ എന്തോ ഒരു അത്യാവശ്യ ഒരു മീറ്റിംഗ് കാരണം എനിക്ക് പോകേണ്ടതായിട്ട് വന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം, ബുധനാഴ്ച പറഞ്ഞു വ്യാഴാഴ്ച 7 മണിക്ക് ഞാൻ ഈ ആരാധനയ്ക്ക് എത്തി പോകാം. വ്യാഴാഴ്ച 7 മണിയായപ്പോഴും എനിക്കൊരു അത്യാവശ്യം മീറ്റിംഗ്, എനിക്ക് അന്നും പങ്കെടുക്കുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ വെള്ളിയാഴ്ച 6:45 സമയത്തിനായിരുന്നു ദൈവം എന്നെ കണ്ടിരുന്നത് എന്നുള്ളതാണ് വാസ്തവം. നമുക്കൊരു നിമിഷം എത്താൻ ശ്രമിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഇപ്പോൾ വിശുദ്ധിയോടനുബന്ധിച്ച് ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെടുത്തി 7 ദിവസത്തെ ആരാധനയാണല്ലോ. ആലയത്തിലേക്ക് ഇപ്പോൾ 8 ദിവസത്തെ ആരാധനയിൽ ആണല്ലോ നാം ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വിശുദ്ധീകരണത്തിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ അതേക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞു. അതോടനുബന്ധിച്ച് ഞാനും എന്റെ ചിന്തയിൽ വന്ന 1-2 ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കുവച്ച് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ വിനയപ്പെടുകയാണ്. ഒരാൾക്ക് വായിക്കാമോ? നമ്മളിപ്പോൾ വായിച്ച സങ്കീർത്തനങ്ങളുടെ പുസ്തകം 93-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഒരാൾക്ക് മൈക്കിൽ വായിക്കാമോ? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 93-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? നിന്റെ സാക്ഷ്യങ്ങൾ എത്ര നിശ്ചയമുള്ളവ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറയാമോ? യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. കുറച്ചു ചേർന്ന് എല്ലാവരും. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. വിശുദ്ധി നിന്റെ ആലയത്തിന് ഇന്ന് ഉചിതം തന്നെ എന്നല്ല പറഞ്ഞത്. വിശുദ്ധി നിന്റെ ആലയത്തിന് ഇന്നലെ വരെ ഉചിതം തന്നെ എന്നല്ല പറഞ്ഞത്. വിശുദ്ധി നിന്റെ ആലയത്തിന് നാളെ മുതൽ ഉചിതം തന്നെ എന്നല്ല പറഞ്ഞത്. വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. എന്നേക്കും എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എത്ര മണിയായി? 7:30 വരെയുള്ള സമയമായി. ലോകം അവസാനിക്കുന്നത് വരെയും അതിന് ശേഷവും ദൈവത്തിന്റെ ആലയത്തിൽ വിശുദ്ധി എന്ന് പറയുന്നത് ഉചിതം തന്നെയാണ്. അതുമായി ബന്ധപ്പെടുത്തി 1-2 ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. ഒന്നാമതായി ചിന്തിക്കാനുള്ളത്, ദൈവത്തിന്റെ ആലയത്തിലാണ് വിശുദ്ധി എന്നേക്കും ഉചിതമായുള്ളത്. വിശുദ്ധി ഉള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാണ് വിശുദ്ധി വേണ്ടത്? ദൈവത്തിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. വിശുദ്ധി ദൈവത്തിന്റെ ആലയത്തെ എന്നേക്കും ഉചിതം തന്നെ. അപ്പോൾ ദൈവത്തിന്റെ ആലയം എന്താണ്
എന്നൊരു മനുഷ്യൻ മനസ്സിലാക്കിയാലേ വിശുദ്ധി എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു ദൈവപൈതലായിരിക്കുമ്പോൾ നാം എപ്പോഴും ചിന്തിക്കണം, എന്താണ് ദൈവത്തിന്റെ ആലയം? നാം ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവത്തിന്റെ ആലയത്തിലാണ്. എന്നാലും നാം പലപ്പോഴും കടന്നു വരുന്ന മനോഭാവങ്ങൾ വ്യത്യസ്തമായുള്ളവയാണ്. ദൈവത്തിന്റെ ആലയത്തിൽ നാം എങ്ങനെയാണ് വരേണ്ടത്? ദൈവത്തിന്റെ ആലയത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ ആലയത്തിൽ നാം പ്രവർത്തിക്കുവാനുള്ളത് എങ്ങനെയൊക്കെയാണ്, എപ്രകാരമൊക്കെയാണ്, അതിലെന്താണ് നാം ചെയ്യേണ്ടത്? ഇതൊക്കെയും നാം ധ്യാനിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ ആലയം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുള്ളൂ. എന്നാൽ മാത്രമേ വിശുദ്ധി ദൈവത്തിന്റെ ആലയത്തിന് എങ്ങനെ ഉചിതം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയം എന്നുള്ളതാണ് നാം ഇപ്പോൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദൈവത്തിന്റെ ആലയം എന്താണ്? ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ ആലയം നിങ്ങളിവിടെ സംസാരിക്കുന്നത് ഇതൊരു ബൈബിൾ സ്റ്റഡി പോലെ നമുക്ക് അങ്ങനെ പോകാം. അപ്പോ എന്താണ് ദൈവത്തിന്റെ ആലയം? പറയണം. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? വേറെ എന്തെങ്കിലും ഉത്തരം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ആ ഉത്തരം തന്നെ നമുക്ക് എടുക്കാം. ദൈവം വസിക്കുന്ന ഇടമാണ് ദൈവത്തിന്റെ ആലയം, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഉള്ള ഇടമാണ് ദൈവത്തിന്റെ ആലയം. ആരാണ് ദൈവം? ആരാണ് ദൈവം? ദൈവം വസിക്കുന്ന ഇടമാണ് ദൈവത്തിന്റെ ആലയം, ദൈവ സാന്നിധ്യമുള്ള ഇടമാണ് ദൈവത്തിന്റെ ആലയം. ആരാണ് ദൈവം? CSI അരിയോട് സഭയ്ക്കുള്ളിൽ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും ഈ ലോകത്തിലെ, ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിന്റെയും സൃഷ്ടികർത്താവ് ആരാണ്? നമ്മുടെ ദൈവമാണ്. നാം ഇന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ എല്ലാം സൃഷ്ടികർത്താവ് ആരാണ്? ദൈവമാണ്. ദൈവം അറിയാതെ ഒന്നും ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ഇനി മുതൽ സൃഷ്ടിക്കപ്പെടുകയില്ല. അപ്പോൾ ആരാണ് ദൈവം? ദൈവം സൃഷ്ടാവാണ്. 2, ദൈവം സർവശക്തനാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ മനുഷ്യന് സാധിക്കൂ? ഇല്ല. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്തുകൊണ്ട് സങ്കീർത്തനക്കാരൻ അങ്ങനെ പറഞ്ഞു? കാരണം ദൈവം സർവശക്തനാണ്. ഒരു ദാവീദ് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഒരു ദാവീദ് വന്ന് നിൽക്കുന്നു. മുന്നിൽ നിൽക്കുന്നത് ആരാണ്? ഗോലിയാത്ത്. ഗോലിയാത്ത് ആരാണെന്ന് അറിയാമോ? മല്ലനാണ്. അദ്ദേഹം ഒരു 7 പൊക്കം, നല്ല സൈസൊക്കെ ഉണ്ട്, ഒരു പടയാളിയാണ്, ഒരു യുദ്ധ വീരനാണ്. ആര്? ഗോലിയാത്ത്. എന്നാൽ ദാവീദ് ആരാണ്? ഒരു പിഞ്ച് ബാലൻ, ഒരു ചെറിയൊരു ബാലൻ, നമ്മുടെ ജോബിനെ പോലെയൊക്കെ ഒരു കുഞ്ഞ്, ഒരു ബാലൻ. അവൻ എന്ത് ചെയ്യായിരുന്നു? അവൻ ആട് മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആട് മേയിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് അവൻ യുദ്ധം ചെയ്യാനെന്ന് പറഞ്ഞ് ഓടിയെത്തുന്നത്. നോക്കൂ, ഗോലിയാത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നെ തോൽപ്പിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എന്നെക്കാൾ സർവശക്തനായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അവൻ അത്രയും വെല്ലുവിളിക്കണമെങ്കിൽ അവന്റെ ശക്തിയെ കുറിച്ചുള്ള ഒരു ബോധം അവന് ഗോലിയാത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ദാവീദ് പറഞ്ഞു, ഞാനുണ്ട്. കാരണം എന്റെ പക്ഷത്തുള്ളത് ആരാണ്? സർവശക്തനായ ദൈവമാണ്. വെറും ഒരു കല്ല് കൊണ്ടാണ് ദാവീദ് ഗോലിയാത്തിനെ ജയിച്ചത്. എന്തുകൊണ്ടാണ് ജയിച്ചത്? ഒരു കല്ല് കൊണ്ടാണ് ദാവീദ് ഗോലിയാത്തിനെ ജയിച്ചത്. എങ്ങനെ സംഭവിച്ചു? സർവശക്തനായ ദൈവം. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ദൈവം സർവവ്യാപിയാണ്. ദൈവം ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നവനല്ല. ദൈവം ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നവനല്ല. ഇപ്പോൾ നമ്മുടെ മക്കളുടെ അവകാശം എന്ന് പറയുന്നത് ആരൊക്കെയാണ്? നമ്മുടെ അവകാശം എന്ന് പറയുന്നത് ആരൊക്കെയാണ്? നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കളാണ് നമ്മുടെ അവകാശം. വേറെ എന്തെങ്കിലും നമുക്ക് അവകാശമായിട്ടുണ്ടോ? ആർക്കെങ്കിലും ഇതിൽ സംശയമുണ്ടോ? വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അവകാശമായിട്ടുണ്ടോ? നമ്മുടെ മക്കൾ ആണ് നമ്മുടെ അവകാശം. അതുപോലെ ദൈവത്തിന്റെ മക്കളായ നാം ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ അവകാശം. അതുകൊണ്ട് ഒരു സ്ഥലത്ത് മാത്രം ദൈവം നിൽക്കൂ, അങ്ങനെയല്ല. ദൈവം സർവ്വവ്യാപിയാണ്. ദൈവം സൃഷ്ടാവാണ്. ദൈവം സർവശക്തനാണ്. ദൈവം സർവ്വവ്യാപിയാണ്. ദൈവത്തെ കുറിച്ച് പറയുന്ന അനേക വാക്കുകളുണ്ട്. ദൈവം അനേക വാക്കുകളുണ്ട്. ദൈവമാണ് ഒരു മനുഷ്യന്റെ എല്ലാമല്ല. ദൈവമാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാമല്ല. സർവശക്തനായ ദൈവം, സർവ്വവ്യാപിയായ ദൈവം, ആ സൃഷ്ടാവായ ദൈവം.
ആ ദൈവം വസിക്കുന്ന ഇടമാണ് ദൈവത്തിന്റെ ആലയം, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യമുള്ള ഇടമാണ് ദൈവത്തിന്റെ ആലയം. ചിന്തിക്കുക, നാം ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരുന്ന രീതി, ദൈവത്തിന്റെ ആലയത്തിലേക്ക് നാം കടന്നു വരുന്ന ആ ഒരു രീതി. ദൈവം സർവശക്തനാണ്, സൃഷ്ടാവാണ്, സർവവ്യാപിയാണ്, നമ്മുടെ എല്ലാം 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 ആദിയും അന്തവും, ഈ പ്രപഞ്ചത്തിലെ ആൽഫയും ഒമേഗയും, അതായത് ആദിയും അന്തവും എന്ന് പറയുന്നത് നമ്മുടെ ദൈവമാണ്. ഈ ദൈവം വസിക്കുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ വരുന്ന രീതി നാം നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യേണ്ടുന്ന സമയം. ഹന്ന എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ദേവാലയത്തിൽ വന്നു. ആരുമില്ല, ആ ദേവാലയത്തിൽ മറ്റാരുമില്ല, ഏലി പുരോഹിതൻ മാത്രം. കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് കുഞ്ഞുങ്ങളില്ല, എൻ്റെ പ്രതിയോഗി എന്നെ ദിനംപ്രതി നിന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്, വിഷമത്തിലാണ്, സഹായിക്കണം. മറ്റൊരാശ്രയമില്ല. മനുഷ്യരെല്ലാം പറഞ്ഞു കുഞ്ഞുങ്ങളില്ല. മനുഷ്യരെല്ലാവരും ഹന്നയെ വിളിച്ചു, നീ മച്ചിയാണ്, നീ മച്ചിയാണ്, നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല. ഹന്ന അതൊന്നും കേട്ട് തളർന്നു പോയില്ല. നേരെ ദൈവാലയത്തിൽ വന്ന് ഭയഭക്തിയോടെ വിറയലോടെ ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സഭയ്ക്കുള്ളിൽ, ആലയത്തിനുള്ളിൽ എങ്ങനെയാണ് നാം ആയിരിക്കുന്നത്? ചിന്തിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ദാവീദ് ദേവാലയത്തെ കുറിച്ച് എന്തോ പറയുന്നുണ്ട്. നമ്മുടെ വേദപുസ്തകത്തിൽ ദാവീദ് ദേവാലയത്തെ കുറിച്ച് എന്തോ പറയുന്നുണ്ട്. ഒരാൾക്ക് വായിക്കാമോ? 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ഇത് യഹോവയായ ദൈവത്തിന്റെ ആലയം, ഇത് ഇസ്രായേലിലെ ഹോമപീഠം എന്ന് ദാവീദ് പറഞ്ഞു. ഇത് യഹോവയായ ദൈവത്തിന്റെ ആലയം, ഇത് ഇസ്രായേലിൽ എന്താണ്? ഒരു ഹോമ പീഠമാണ്. ആരാണ് ഇസ്രായേൽ? ആരാണ് ഇസ്രായേൽ? അവിടെ ഉത്തരം വന്നു, ദൈവത്തിന്റെ ജനം. ദൈവത്തിന്റെ ജനമാണ് ഇസ്രായേൽ. എന്നാൽ ഇന്ന് നാം ആരാണ്? ഇന്ന് നാം ആരാണ്? ആണോ? എല്ലാവർക്കും ഉറപ്പാണ്? എല്ലാവർക്കും ഉറപ്പാണ്? പലപ്പോഴും ആ വിശ്വാസത്തിൽ നിന്നും മാറിപ്പോകുന്ന അവസ്ഥ. നാം ദൈവത്തിന്റെ മക്കളാണോ എന്ന് നമുക്ക് തന്നെ സംശയം തോന്നുന്ന ഒരവസ്ഥകളിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. പറയാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒരാൾക്ക് വായിക്കാമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. അപ്പോൾ ദൈവമക്കൾ ആണോ എന്ന് തിരിച്ചറിയേണ്ടുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? അതായത് നമുക്ക് തിരിച്ചറിയാനുള്ള സൂചനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ദൈവത്തെ കൈക്കൊള്ളണം. ദൈവത്തെ കൈക്കൊണ്ടവരാണോ? യേശുവിനെ കൈക്കൊണ്ടവരാണോ? നാം യേശുവിനെ കൈക്കൊണ്ടവരാണോ? ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. യേശുവിനെ കൈക്കൊണ്ടവരാണോ? അതും സംശയം. നാം ആലയത്തിൽ വരുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നു, കൈയടിച്ചു പാടുമെങ്കിൽ ഹല്ലേലൂയ പറയുന്നു, നല്ല പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ യേശുവിനെ കൈക്കൊണ്ടിട്ടുണ്ടോ? ചോദ്യം നമ്പർ 1 ഉണ്ട്. എങ്കിൽ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, യേശു എന്ന നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തിരിക്കുകയാണ്. അവകാശവുമല്ല, അതിനുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ്. അതാണ് വാക്ക്, അധികാരം. ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. യേശുവിനെ കൈക്കൊണ്ട ഒരു വ്യക്തി, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തി, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആരാണ്? അവൻ ദൈവമക്കളാണ്. അന്ന് ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനമാണെങ്കിൽ ഇന്ന് യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവമക്കളാണ് എന്നുള്ളതാണ് വാസ്തവം. ദാവീദ് പറഞ്ഞ വചനം എന്താണ്? ഇത് യഹോവയായ ദൈവത്തിന്റെ ആലയം, ഇത് ഇസ്രായേലിന് എന്താണ്?
ഒരു ഹോമയാഗം. അപ്പോൾ അന്നത്തെ കാലത്തെ ഇസ്രായേൽ ദൈവത്തിന്റെ ജനം, ഇന്ന് നാമും ദൈവത്തിന്റെ ജനം എന്ന് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇനി ദൈവത്തിന്റെ ആലയം ഇസ്രായേലിൽ എന്താണ്? ഹോമപീഠം. ഹോമപീഠം കേട്ടിട്ടുണ്ടോ? ഹോമപീഠം എന്താണ്? ഹോമപീഠം കേട്ടില്ല? യാഗം കഴിക്കുന്ന സ്ഥലം. അപ്പൊ ദൈവാലയം എന്ന് പറയുന്നത് ഇസ്രായേലിന് എന്താണ്? മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവാലയം എന്ന് പറയുന്നത് ഇസ്രായേലിൽ എന്താണ്? ഹോമപീഠമാണ്. ഹോമപീഠം എന്താണ്? യാഗം കഴിക്കുന്ന സ്ഥലം. എന്താണ് ആ യാഗം? എന്താണ് ആ യാഗം? നമ്മളിതൊന്നും കേൾക്കാനില്ല. എന്താണ് ആ യാഗം? ആരാധന എന്ന യാഗം. ആരാധന എന്ന യാഗം ആ ദേവാലയത്തിനുള്ളിൽ എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കണം. ഈ സഭയെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ആരാധനകൾ വർദ്ധിച്ചുകൊണ്ടേ വരികയാണ്. അങ്ങനെയാവണം. കാരണം ദേവാലയത്തിൽ ഞായറാഴ്ച മാത്രം ആരാധന നടത്തുവാനുള്ളതല്ല ദേവാലയം. ദാവീദ് പറയുന്നു, ദൈവാലയം എന്ന് പറയുന്നത് ഇസ്രായേലിൽ എന്താണ്? ഹോമപീഠമാണ്. അപ്പൊ ഹോമപീഠത്തിന്റെ പ്രത്യേകത എന്താണ്? അതിൽ യാഗം കഴിച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴും അഗ്നി കത്തിയെരിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ദേവാലയത്തിനുള്ളിൽ എപ്പോഴും ആരാധന എന്ന യാഗം അർപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഈ യാഗത്തിലാണ് നാം ഓരോരുത്തരും പങ്കെടുക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വേണം. അതിനുള്ള ഒരുക്കമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശുദ്ധീകരണത്തിന്റെ 8 ദിവസങ്ങൾ നാം യാഗത്തിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമകാലത്തെ യാഗത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പഴയ നിയമകാലത്ത് യാഗം ചെയ്യുമ്പോൾ ആ മനുഷ്യന് പാപമൊന്നും, ഒരു മൃഗത്തെ എടുത്ത് തന്റെ പാപമെല്ലാം ആ മൃഗത്തിന്മേലാക്കിയിട്ടാണ് ആ മൃഗത്തെ യാഗം കഴിക്കുന്നത്. അത്തരത്തിലൊരു യാഗത്തിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ദാവീദ് പറഞ്ഞ കാര്യത്തെ ആദ്യം നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരും പഠിച്ചു തന്നെ പോകണം. ദാവീദ് പറഞ്ഞത് എന്താ? ഇത് യഹോവയായ ദൈവത്തിന്റെ ആലയം. ഇത് ഇസ്രായേലിൽ എന്താണ്? ഹോമപീഠമാണ്. ഹോമപീഠം എന്താണ്? ഹോമപീഠം യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം. അപ്പോൾ ഒരു ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം അത് എന്തിനുള്ളതാണ്? ആരാധന എന്ന യാഗം എപ്പോഴും കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നുള്ളതാണ്. എപ്പോഴും ആരാധന എന്ന യാഗം കത്തിയെരിഞ്ഞുകൊണ്ടേയിരിക്കേണ്ടതാണ്. ആ യാഗത്തിൽ നാം ഓരോരുത്തരെയും എപ്പോഴും പങ്കുചേരുവാനുള്ളതാണ്. നമുക്ക് സമയമുണ്ടെങ്കിൽ വന്ന് ചേർന്ന് പോകാമെന്നുള്ളതല്ല. സമയമുണ്ടെങ്കിൽ നമുക്ക് ആരാധനയ്ക്ക് പങ്കെടുത്തിട്ട് പോകാം എന്നുള്ളതല്ല. ആ യാഗത്തിൽ ഓരോരുത്തരും, ഓരോ ദൈവമക്കൾ ഇസ്രായേലിന്റെ ഹോമപീഠമാണ്. ഇസ്രായേലാകുന്ന ദൈവജനമാകുന്ന ഓരോ ദൈവമക്കളും ആ ആരാധനയിൽ പങ്കെടുക്കുവാനുള്ളതാണ്. അതൊരു യാഗമാണ് എന്നുള്ളതാണ്. ഇതൊന്നും തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, ഇതിനെക്കുറിച്ച് പൗലോസ് എന്ന് പറയുന്നത് അറിയാമോ? ഇനി അതിനു മുമ്പ് ഒരു കാര്യം കൂടെ. ദേവാലയം എന്താണ്? ഹോമപീഠം. ഇത് നമ്മുടെ ജീവിതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു? ദേവാലയം ഇസ്രായേൽ ജനങ്ങൾക്ക് എന്താണ്? ഹോമപീഠമാണ്. നമ്മുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതിനെക്കുറിച്ച് പൗലോസ് എന്ന് പറയുന്നു. വായിക്കാമോ? 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. യഥാർത്ഥ ദേവാലയം ആരാണ് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എവിടെ വായിക്കാമോ? ദേവാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ഒരു ഉത്തരം വന്നല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിച്ചു ദൈവാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നിന്ന് ഉത്തരം വന്നു. ദേവാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആര് വസിക്കുന്ന സ്ഥലമാണ്? ദൈവം ആണല്ലോ. അതിന് വേറെ തർക്കമൊന്നുമില്ലല്ലോ. ദൈവം വസിക്കുന്ന സ്ഥലമാണ് ദേവാലയം. പൗലോസ് എന്താ പറഞ്ഞത്? ഒന്നുകൂടെ വായിക്കാമോ? ഇപ്പോൾ ദേവാലയമാരായി നമ്മൾ ഓരോരുത്തരുമായി. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? നിങ്ങൾ അറിയുന്നില്ലയോ? ആദ്യം അത് തിരിച്ചറിയണം. ദൈവത്തെ ആരാധിക്കുന്നത്, സ്തുതിക്കുന്നതല്ല രണ്ടാമത്. ആദ്യം നിങ്ങൾ ഇത് തിരിച്ചറിയണം. ഈ രഹസ്യം തിരിച്ചറിഞ്ഞാൽ
നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയും. ശരിയായ രീതിയിൽ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ രഹസ്യം മനസ്സിലാക്കിയിരിക്കണം. കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ മന്ദിരം. നിങ്ങൾ ഓരോരുത്തരുമാണ് ദേവാലയം. നിങ്ങളുടെ ഉള്ളിലാണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത്. നിങ്ങളിൽ നിന്നാണ്. അപ്പോ ദേവാലയം എന്താണ്? ഇസ്രായേലിൽ എന്താണ് ദേവാലയം? എന്താണ്? ഹോമപീഠം. അപ്പൊ ദേവാലയം നമ്മളായി. അപ്പോൾ ഹോമപീഠം, യാഗം എന്തിൽ നിന്നാണ് വരേണ്ടത്? യാഗം എന്തിൽ നിന്നാണ് ചെയ്യേണ്ടത്? ആരാണ് യാഗം ചെയ്യേണ്ടത്? പുരോഹിതനാണ്. ഹോമപീഠത്തിൽ നിന്ന് യാഗം അർപ്പിച്ചുകൊണ്ടേയിരിക്കും. ദേവാലയം ഇസ്രായേലിൽ എന്താണ്? ഹോമപീഠമാണ്. മനസ്സിലായില്ല? അത്രയും മനസ്സിലായല്ലോ. അപ്പൊ അടുത്ത ഞാൻ ചോദിക്കുകയാണ്, ദേവാലയം ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പൊ ഹോമയാഗം എവിടെ നിന്നാണ് വരേണ്ടത്? എവിടെ നിന്നാണ്? കേട്ടില്ല? നിങ്ങൾ ഉറച്ചു പറയൂ. ആണല്ലോ. അതിൽ യാതൊരു തർക്കമില്ലല്ലോ. എവിടെ നിന്നാണ് ഹോമയാഗം വരേണ്ടത്? യാഗം എവിടെ നിന്നാണ് വരേണ്ടത്? നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നിന്നാണ് യാഗം വരേണ്ടത്. കാരണം ദേവാലയം നമ്മളാ. ദൈവം വസിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്നാ യാഗം പുറപ്പെടേണ്ടത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് യാഗം പുറപ്പെടണം. എന്ത് യാഗം പുറപ്പെടണം? എങ്ങനെയുള്ള യാഗം പുറപ്പെടണം? വായിക്കാമോ? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 50:23. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 50-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിക്കാമോ? എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ എന്ത് ചെയ്യുന്നു? മഹത്വപ്പെടുത്തുന്നു. അപ്പൊ നാം ആകുന്ന ദേവാലയമാകുന്ന ഹോമപീഠത്തിൽ നിന്ന് എന്ത് യാഗമാണ് വരേണ്ടത്? എന്ത് യാഗമാണ് വരേണ്ടത്? ബൈബിൾ അനുസരിച്ച് ഏത് യാഗമാണ് വരേണ്ടത്? ഉറച്ചു പറയണം. നിങ്ങൾ പറയാം. ആ സണ്ടൊന്നും വരില്ല. അതൊക്കെ പറയാൻ നമുക്ക് പണ്ടേ. അങ്ങനെയല്ല, ഉറച്ചു പറയാം. ഒരു ക്ലാസ് പോലെയല്ലേ പോകുന്നത്. എന്ത് യാഗമാണ് വരേണ്ടത്? സ്തോത്രം എന്ന യാഗം. ഇന്ന് ആലയത്തിൽ വന്നിട്ട് എത്ര സ്തോത്രം പറഞ്ഞു? അങ്ങനെയൊന്നും പറയരുത്. നമ്മളങ്ങനെ സ്തോത്രമൊന്നും. അതൊക്കെ ബന്ധക്കോസുകാർക്ക്, ഇതൊക്കെ മറ്റു പള്ളികൾ. അങ്ങനെയൊന്നുമല്ല. ബൈബിൾ അനുസരിച്ച് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാം ഓരോരുത്തരുമാണ് ദേവാലയം. നമ്മിൽ നിന്നാണ് യാഗം പുറപ്പെടേണ്ടത്. എന്ത് യാഗം പുറപ്പെടണം? സ്തോത്രം എന്ന യാഗം. എത്ര സ്തോത്രം പറയും? സ്തോത്രം പറയാൻ മടിയാണ്. ഹല്ലേലൂയ പറയാൻ മടിയാണ്. ഇല്ലേ? അതാണ്. ഹല്ലേലൂയ പറയാൻ മടിയാണ്. സ്തോത്രം പറയാൻ മടിയാണ്. എവിടെ പോയി നമ്മുടെ യഥാർത്ഥ കൂട്ടായ്മയൊക്കെ? എവിടെ പോയി? ആദിമ നൂറ്റാണ്ടിലുണ്ടായിരുന്ന അന്ന് അപ്പോസ്തലന്മാരെല്ലാവരും മർക്കോസിന്റെ മാളികമുറിയിൽ ഒരുമിച്ചിരുന്ന് കൈയടിച്ച് പാടി ആരാധിക്കുകയാണ്. അവർ കൈയടിച്ച് ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു കാഴ്ച നമുക്ക് ഇപ്പോൾ കാണുവാനായിട്ട് കഴിയും. എന്തുകൊണ്ട്? നമുക്ക് എവിടെ പോയി? നമുക്ക് എവിടെ തെറ്റി? ഈ സത്യം നമ്മൾ മനസ്സിലാക്കാൻ മറന്നതുകൊണ്ടാണ്. ദേവാലയം നാം ഓരോരുത്തരുമാണ്. നമ്മുടെ ഉള്ളിൽ നിന്നാണ് യാഗം പുറപ്പെടേണ്ടത്. എന്ത് യാഗം? സ്തോത്രം എന്ന യാഗം പുറപ്പെടണം. എപ്പോഴും ദൈവത്തെ സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. എനിക്ക് കഷ്ടം വന്നാലും സ്തോത്രം, എനിക്ക് നന്മ തന്നാലും സ്തോത്രം, ഞാൻ വീഴുന്നാലും സ്തോത്രം, എനിക്ക് ആഹാരം കിട്ടിയില്ലെങ്കിലും സ്തോത്രം. ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒരു ദേവാലയമാകുന്ന നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? യാഗം വന്നുകൊണ്ടേയിരിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എപ്പോഴും ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അതാണ് ദൈവം നമ്മുടെ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. കാരണം എന്ത്? ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. അതുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മറന്ന് പോകരുത് എന്നുള്ളതാണ്. ഇനി നമ്മുടെ കുറുവാക്യത്തിലേക്ക് വരാം. അതൊന്നുകൂടെ വായിക്കാമോ? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 93-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അപ്പൊ ദേവാലയം ആരാ?
ദേവാലയം ആരാ? ഇനി പറയുക ദേവാലയം ആരാ? നാം ഓരോരുത്തരുമാണ് ദേവാലയം. പൗലോസ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവം വസിക്കുന്ന ഇടം ദേവാലയം. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് നിങ്ങൾ ആരാണ്? ദേവാലയം. ഒരു വാക്യത്തിലേക്ക് നാം പോയിരിക്കുന്നു. വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് കൂടിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് നാം ഇന്ന് ആലയത്തിനുള്ളിൽ കൂടിയിരിക്കുന്നത്. ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണ്. നമ്മിൽ എന്ത് വേണം? വിശുദ്ധി വേണം. വിശുദ്ധി ഇല്ലാതെ ആർക്കും തന്നെ ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. ബൈബിൾ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ധ്യാനിക്കാം. ഓക്കെ. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആലയമാകുന്ന നമ്മിൽ വിശുദ്ധി വേണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? ശരി, ഉത്തരവാണ്. വേറെ ഏതെങ്കിലും ഉത്തരവാദികളുണ്ടോ? നമുക്കത് ബൈബിൾ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. വിശുദ്ധരായിരിക്കും. നിങ്ങളുടെ യഹോവയായ ഞാൻ വിശുദ്ധരായാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധരായിരിക്കണം. അത് കർത്താവിന്റെ കൽപ്പനയാണ്. നാം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓരോരുത്തരും ശുദ്ധീകരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കർത്താവിന്റെ കൽപ്പന ലംഘനമാണ്. കാരണം നമ്മുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്? ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ ദൈവം പറയാണ്, നീ എന്ത് ചെയ്യണം? വിശുദ്ധനായിരിക്കണം. നീ എന്ത് ചെയ്യണം? വിശുദ്ധനായിരിക്കണം. അപ്പൊ ആ കൽപ്പന നാം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതും നമുക്ക് വചനാടിസ്ഥാനത്തിൽ ചിന്തിക്കാം. ദൈവം വിശുദ്ധനായത് കൊണ്ട് തന്നെ നാം ഓരോരുത്തരും വിശുദ്ധി. കാരണം ദൈവം വിശുദ്ധിയിൽ വസിക്കുന്നവരാണ്. ദൈവം വിശുദ്ധിയിൽ വസിക്കുന്നത്. ദൈവത്തിന് വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ കാണുന്ന ഒരു ദർശനമുണ്ട്. അതായത് സാറാഹുകൾ സ്വർഗത്തിൽ ആർത്ത് വിളിക്കുകയാണ്, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടെ എത്ര പരിശുദ്ധനുണ്ട്? എത്ര പരിശുദ്ധനുണ്ട്? ഒരിക്കലെന്നും പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ പറ്റില്ല. ദൈവത്തെ ഒരിക്കലെന്നും പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ പറ്റില്ല. 3 പ്രാവശ്യം പറയണം. ആ 3 പ്രാവശ്യം പറഞ്ഞാലും മതിയാകില്ല. അതാണ് ദൈവത്തിന്റെ വിശുദ്ധി. അതാണ് ദൈവം പരിശുദ്ധൻ എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം. ദൈവം പരിശുദ്ധനാണ്. ദൈവം വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ നാമം ആ വിശുദ്ധിയിൽ വസിക്കണമെന്ന് ആരാഗ്രഹിക്കുന്നു? ദൈവം നമ്മിൽ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നുള്ള കാര്യം നാം മറന്നു പോകുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അടുത്തതായി ഞാൻ ചിന്തിക്കുമ്പോൾ, സീനായി മലമുകളിൽ വെച്ച് കർത്താവ് മോശയെ വിളിക്കുകയാണ്. മോശെ, മോശെ എന്ന് വിളിക്കുകയാണ്. മോശ എന്ത് ചെയ്തു? മോശ എന്ത് ചെയ്തു? കുറച്ച് പേര് പറ, തെറ്റായിരുന്നാലും കുഴപ്പമില്ല, ഇവിടെ ഒന്നും ചെയ്യാനൊന്നും പറയണം. മോശ എന്ത് ചെയ്തു? വരുന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ. മോശ എന്ത് ചെയ്തു? ആടുകളായിട്ട് അവിടെ വിട്ടിട്ട് എന്ത് ചെയ്തു? മോശ നേരെ ഓടി ദൈവത്തിന്റെ അടുത്തിൽ അങ്ങ് പോവുകയാണ്. അവിടെ ഉൾപ്പെടപ്പിൽ ദൈവം ഇങ്ങനെ കത്തി പ്രത്യക്ഷമായി നിൽക്കുന്നു. മോശ എന്ത് ചെയ്യുന്നു? ഓടി ഇങ്ങനെ പോവുകയാണ്. ദൈവം മോശയോട് എന്താ പറയുക? അതാണ് എന്താണ് പറഞ്ഞത്? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പിനെ അഴിച്ചു കളക. ദൈവം ഒരിക്കലും ആരിൽ നിന്നും അശുദ്ധി ആഗ്രഹിക്കുന്നില്ല. ഒരു ചെറിയ കാര്യത്തിൽ പോലും ദൈവം എന്താഗ്രഹിക്കുന്നില്ല? അശുദ്ധി ആഗ്രഹിക്കില്ല. കാരണം ദൈവം വിശുദ്ധനാണ്. ദൈവം അത്രയും പരിശുദ്ധിയുള്ളവനാണ്. ആ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരും എങ്ങനെ നിൽക്കണം? വിശുദ്ധിയോട്. ആരെങ്കിലും അവനെ ഉപദ്രവിക്കുവാനോ അടിക്കുവാനോ
ഇല്ല. എന്തുകൊണ്ടാണ് ചെയ്യാതെ? എന്തുകൊണ്ടാണ് ചെയ്യാതെ? ഒരു സമയത്ത് ഒരു പാപം ഒരു മനുഷ്യനിൽ ഇരുന്നു കഴിഞ്ഞാൽ അവൻ ദേവാലയത്തിലേക്ക് ഉള്ളിൽ കയറി അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അത്താഴം കയറാനായിട്ട് പാടില്ല. കയറിയാൽ എന്ത് ചെയ്യും അവൻ? കയറിയാൽ എന്ത് ചെയ്യും അവൻ? മരിച്ചു വീഴും. അത്രയും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആലയത്തിനുള്ളിലും അൾത്താരയിലൊക്കെ കയറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ ഇന്നങ്ങനെയാണോ? ഇന്നങ്ങനെയാണോ? അല്ല. എന്തുകൊണ്ടല്ല? അതാണ് ചോദ്യം. എന്തുകൊണ്ടല്ല? നാം ശുദ്ധീകരിക്കപ്പെടുവാൻ ഒരു വ്യക്തി അശുദ്ധനായി മാറിയത് കൊണ്ടാണ് നാം ഇന്ന് ആലയത്തിനുള്ളിലായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ശുദ്ധീകരിക്കപ്പെടുവാൻ ഒരു വ്യക്തി അശുദ്ധനായി മാറി. അതുകൊണ്ടാണ് നാം എല്ലാവരും ഈ ആലയത്തിനുള്ളിൽ ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അല്ലാതെ ആർക്കും തന്നെ ആലയത്തിനുള്ളിൽ പ്രവേശിക്കാനായിട്ട് ആ ദൈവസന്നിധിയിലേക്ക് നിൽക്കുവാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഇപ്പൊ ദൈവമൊന്നും ചെയ്യുന്നില്ലല്ലോ, മനുഷ്യനെ ശിക്ഷിക്കുന്നില്ലല്ലോ. പക്ഷേ ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് ആദിമസഭയിൽ വെളിപ്പെട്ട സാന്നിധ്യം, ദൈവ സാന്നിധ്യം ഇന്ന് വെളിപ്പെടാത്തത്? അവിടെ അപ്പോസ്തലന്മാർ പാടി ആരാധിച്ചു, ദൈവ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എവിടെ നമ്മുടെ ജീവിതത്തിൽ എവിടെ നഷ്ടപ്പെട്ടു? എന്തുകൊണ്ടാണ്? 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 അതിനും ഉത്തരവുണ്ട്. വേദപുസ്തക അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വായിക്കാമോ? എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഒന്നുകൂടെ കുറച്ച് വായിക്കാമോ? ആ, അടുത്തത്. ആ, കേട്ടല്ലോ. എന്തായിരുന്നു വാക്യം? കുറച്ച് പറയാമോ? ആ, ഒന്നുകൂടെ കുറച്ച് പറയാമോ? ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? പുതിയൊരു സഭാ ദിനത്തിലോട്ടാണ് നിങ്ങൾ പോകുന്നത്. സഭാ ദിനമൊക്കെ ആഘോഷിക്കുവാനായിട്ട് നിങ്ങൾ പോവുകയാണ്. വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത്? ശുദ്ധീകരണം കൂടാതെ അതിനു വേണ്ടിയ ആരാധന ക്രമീകരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ പുരോഹിതന് ചെയ്യേണ്ടി വരും, കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പുരോഹിതനോട് ദൈവം ചോദിക്കും, നിന്നോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് പള്ളിയിൽ ആരാധന ക്രമീകരിക്കാൻ, നീ ചെയ്തോ? ഉത്തരവില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ ആരാധനകൾ നാം ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. ശുദ്ധീകരണം കൂടാതെ ആർക്കും തന്നെ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തെ കാണുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിക്കുവാനോ ആ ദൈവത്തിന്റെ സംരക്ഷണം നേടുവാനോ കഴിയില്ല. തീർച്ചയായും ആ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിപ്പാനോ ആ ദൈവത്തിന്റെ സംരക്ഷണം പ്രാപിപ്പാനോ കഴിയില്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ശുദ്ധീകരണം പ്രാപിക്കും. ഇസ്രായേൽ ജനങ്ങളോട് യോശുവ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, നാളെ ദൈവം നിങ്ങളുടെ ഉള്ളിൽ അതിശയം പ്രവർത്തിക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യും? അതിശയം പ്രവർത്തിക്കും. അപ്പൊ ദൈവം അതിശയം പ്രവർത്തിക്കാത്തതിന്റെ കാരണം എന്താണ്? എന്താണ്? ശുദ്ധീകരണം നടക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാത്തത് കൊണ്ടാണ്, ആ വിശുദ്ധിയിൽ വരാത്തത് കൊണ്ടാണ് ദൈവം പലപ്പോഴും പല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ അടച്ചു വച്ചിരിക്കുന്നത്. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. ആ സത്യം മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ അവന് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ആ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ ചെയ്യുന്നത് ഞായറാഴ്ച ആരാധനയിലേക്ക് വരും. ആരാധനയ്ക്ക് പങ്കെടുത്തതിന് ശേഷം നാം മധ്യസ്ഥ പ്രാർത്ഥന സമയത്ത് പറയും, കർത്താവേ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഭയങ്കര വിലപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്നിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എല്ലാ ഞായറാഴ്ചയും ഞാൻ ഇവിടെ ഒന്ന് കൈയടിച്ച് പാടി ആരാധിക്കുകയാണ്, പക്ഷെ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല? ഒന്നും കിട്ടുന്നില്ല. മനസ്സിലായോ?
ചിലപ്പോ കടബാധ്യതയായിരിക്കാം. വേദപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സീയോൻ പർവ്വതം പോലെയാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങും ഇല്ല, അവരെന്തേക്ക് നിൽക്കുന്ന യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങിയെങ്കിൽ പിന്നെ വചനം തെറ്റില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ അവർ എന്നേക്ക് നിൽക്കുന്ന സീയോൻ പർവ്വതം പോലെയാകുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. എന്നാൽ നമ്മൾ ഇവിടെ കിടന്ന് വിളിക്കുന്നു, കർത്താവേ എനിക്ക് കടമാനം മാറില്ല, എനിക്ക് എന്റെ വിദ്യാഭ്യാസത്തിൽ ഒരു ഉയർച്ച കിട്ടുന്നില്ല, എന്റെ ഉപജീവന മാർഗം ശരിയാവുന്നില്ല, ഞാൻ പോകുന്നിടത്തെല്ലാം തടസ്സം 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 തടസ്സം, എന്റെ ജീവിതത്തിൽ അടിക്കടി പ്രശ്നം 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 പ്രശ്നം, എന്തുകൊണ്ട് 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 നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന കാര്യം. എന്നാൽ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം, ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധിക്കുകയില്ല. ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ, ദൈവ സംരക്ഷണം ലഭിക്കണമെങ്കിൽ ദൈവ കൽപ്പന എന്ത് ചെയ്യണം? പ്രമാണിക്കണം. ദൈവ കൽപ്പന പ്രമാണിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവ കൽപ്പനകളിൽ ഒന്നാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധിയുള്ളവരായിരിക്കും. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഇതുകൊണ്ടാണ് ദൈവാലയമാകുന്ന നാം ഓരോരുത്തരും വിശുദ്ധിയുള്ളവരാകണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. സങ്കീർത്തനക്കാരന് മനസ്സിലായി, സങ്കീർത്തനക്കാരന് മനസ്സിലായി, വിശുദ്ധി ഉണ്ടെങ്കിൽ മനുഷ്യന് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ജീവിതത്തിൽ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കാതെ പോകുമ്പോൾ, പലപ്പോഴും നാം പ്രശ്നങ്ങളിലും കഷ്ടങ്ങളിലും ഒക്കെ വീഴുമ്പോൾ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അതിൽ ഒരു തടസ്സം എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, വിശുദ്ധിയുള്ള ജീവിതം. നിങ്ങളുടെ ശുദ്ധീകരണത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എന്തിനാണ് നാം വിശുദ്ധി പ്രാപിക്കേണ്ടത്? നമ്മുടെ സമയം തീർന്നു വരികയാണ്, പെട്ടെന്ന് പറഞ്ഞത്. എന്തിനാണ് നാം വിശുദ്ധി പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെ സൃഷ്ടിച്ചു? സ്വന്തം സ്വരൂപത്തിലും ദൈവത്തിന് പാപമുണ്ടോ? ദൈവത്തിന് പാപമുണ്ടോ? ദൈവം പാപം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദൈവത്തിന്റെ സ്വന്തം സ്വരൂപത്തിന് സ്വന്തം സാദൃശ്യത്തിന് സൃഷ്ടിച്ചപ്പോ ദൈവത്തിന്റെ സ്വഭാവം കൂടെ നമുക്ക് തരണം. ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ തന്നിട്ടുണ്ട്. എവിടെയാണ് പക്ഷെ നമുക്ക് അടി കിട്ടിയത്? എങ്ങനെയാണ് മനുഷ്യൻ പാപത്തിലേക്ക് വീണത്? എന്തുകൊണ്ടാണ്? മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നപ്പോഴേ ആ പാപം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതൊക്കെ നിങ്ങൾ മുമ്പുള്ള പ്രസംഗങ്ങളിൽ കേട്ടിട്ടുള്ളതാണ്. ആ പാമ്പ് വന്നു, ആദാമിനെ ഹവ്വയെ പ്രലോഭിപ്പിച്ചത്, ആ കഥകളൊക്കെ നിങ്ങൾക്കറിയാം. അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ശരി, എത്ര തരം പാപമുണ്ട്? 3 തരം പാപം. ഏതൊക്കെ? കന്മോഹം. വായിക്കാമോ? 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ജഡമോഹം, കന്മോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. എന്തൊക്കെയാണപ്പോ? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വരാം. ആദ്യം കൺമോഹത്തിൽ നിന്നാണ്. കൺമോഹം, കണ്ണാണ് ഏറ്റവും വലിയ കുഴപ്പം. ഒരു മനുഷ്യന്റെ വിശുദ്ധിക്ക് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് എന്താണ്? കണ്ണ് തന്നെയാണ്. ഏതെങ്കിലും ഒരു കാര്യം നോക്കണ്ട എന്ന് ചിന്തിച്ചാലും ആ മനുഷ്യന്റെ നോക്കി പോകും. മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിയിരുന്ന ദാവീദ് യുദ്ധത്തിന് പോകേണ്ടുന്ന ദാവീദ് എന്ത് ചെയ്തു? കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് എങ്ങോട്ട് പോയി? ജനലിന്റെ അടുക്കിലേക്ക് ഇങ്ങനെ പോയി. ആരെയാ കണ്ടത്? ഊരിയാവിന്റെ ഭാര്യയെ കണ്ടതോടുകൂടെ അവന്റെ വിശുദ്ധി ജീവിതം പോയി. ഹവ്വയോട് ദൈവം പറഞ്ഞു, നീ വേറെ ആരും പറഞ്ഞാൽ കേൾക്കരുത്, നീ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാവൂ. പാമ്പ് എന്ത് ചെയ്തു? നീ ആ വൃക്ഷത്തെ നോക്ക്, നീ അത് നോക്ക്. ആ വൃക്ഷം കണ്ടു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? കഴിക്കും. കണ്ണാണ് ഏറ്റവും വലിയ പ്രശ്നം. വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ഹവ്വ ആ വൃക്ഷത്തെ നോക്കി കണ്ടു. അത് തിന്മാൻ നല്ലതെന്ന്
കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും അറിവുകൾ ലഭിക്കാൻ കാമ്യവും എന്ന് ഹവ്വ കണ്ടു. അതോടുകൂടെ എന്ത് ചെയ്തു? വൃക്ഷം പറിച്ചു പാപത്തിലേക്ക് വീണു. മനുഷ്യന്റെ കണ്ണ് സൂക്ഷിച്ചാൽ ഒരു മനുഷ്യന്റെ പകുതി പാപവും എന്ത് ചെയ്തു? കഴിഞ്ഞുപോയി എന്നുള്ളതാണ്. കണ്ണ് ഏറ്റവും വലിയ പ്രശ്നമാണ്. ദൈവമക്കളായിരിക്കുമ്പോൾ, ദൈവ ആലയമായിരിക്കുമ്പോൾ, ദൈവം നമ്മിൽ വസിക്കുമ്പോൾ നാം വിശുദ്ധനാകേണ്ടതുണ്ട്. നമ്മുടെ കണ്ണിനെ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു കൊള്ളണം. കർത്താവ് എന്താ പറഞ്ഞത്? നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ നീ എന്ത് ചെയ്യണം? ദൈവ കൽപ്പന അനുസരിച്ചാണെങ്കിൽ നമ്മുടെ കണ്ണിന് എന്ത് ചെയ്യണം? കൊള്ളമല്ല, നമ്മുടെ കണ്ണിന് എന്ത് ചെയ്യണം? ചൂന്ന് കളയണം. അതൊന്നും നടക്കില്ല. ശരി, പറഞ്ഞു തന്നത് നമ്മുടെ കണ്ണിനെ നാം എന്ത് ചെയ്യണം? നാം മാക്സിമം സംരക്ഷിക്കണം. തെറ്റായ കാര്യങ്ങൾ പോകുവാൻ നാമോ നമ്മുടെ മക്കളെയോ നമ്മുടെ കൂട്ടരെയോ വിടരുത്. നമ്മുടെ മക്കൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കുന്നു, എന്തുപയോഗിക്കുന്നു, എപ്രകാരം ഉപയോഗിക്കുന്നു, ഇതെല്ലാം നാം എന്ത് ചെയ്യണം? അറിയണം. ഇതെല്ലാം മനുഷ്യൻ ചെയ്യുന്നത്. ഒന്നാമത്തെ എന്താണ്? കൺമോഹം പറഞ്ഞു. രണ്ടാമത്തെ എന്താണ്? ജഡമോഹം. ജഡത്തിന് ആവശ്യമായുള്ളതല്ല. അതായത് യേശു ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ യേശു എന്ത് ചെയ്തു? വിശപ്പ് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് വരുന്നത്. പക്ഷെ ഈ വിശപ്പിനെ മുതലെടുത്തത് ആരാണ്? പിശാച്. അതാണ് പ്രശ്നം. ഈ വിശപ്പിനെ മുതലെടുത്തത് ആരാണ്? പിശാച്. ഇതാണ് പ്രശ്നം. മനുഷ്യൻ താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് അവൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ വളരെ 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 ലജ്ജാകരമാണ്. താൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് അവൻ ചെയ്യുന്നത്, താൽക്കാലികമായി അവൻ ചെയ്യുന്ന കാര്യം. പക്ഷേ അവന്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്? ആ പാപത്തിലേക്ക്, അത് അശുദ്ധിയിലേക്കാണ് പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാം. ഞാനിപ്പോൾ സമയം കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായി കാണുന്നില്ല. ശരി, മൂന്നാമത്തെ കാര്യം എന്താണ്? ജീവിതത്തിന്റെ പ്രതാപം. ചിലർ എന്ത് ചെയ്താലും എന്നെ പൊക്കി പറയണം, എന്നെ എന്ത് ചെയ്യണം? പൊക്കി പറയണം. ഞാനാണ് ഏറ്റവും വലുത്. അങ്ങനെയൊന്നുമില്ല. അതാണ് ഒരു മനുഷ്യന്റെ കാര്യം എന്ന് പറയുന്നത്. ഓർക്കണം, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, മൂന്നും മനുഷ്യനെ അശുദ്ധിയിലേക്ക് ദിനംപ്രതി നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ലോകം പിശാചിൻ്റെതായത് കൊണ്ട് തന്നെ പിശാച് ഓരോ മനുഷ്യനിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നാം മറന്നു പോകാനായിട്ട് പാടില്ല. ഓരോ ദിവസത്തെയും നമ്മുടെ പ്രവൃത്തിയെ നാം എന്ത് ചെയ്യണം? തിരിച്ചറിയണം. നാം എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ ഓരോ ദിവസവും ചെയ്തു കൂട്ടുന്നത് എന്ന് നാം വിലയിരുത്തി അതിനെ നാം എന്ത് ചെയ്യണം? ദൈവസന്നിധിയിലേക്ക് ഏറ്റുപറയണം. ഒരു മനുഷ്യൻ ഒരു ദിവസം ചെയ്യുന്ന പാപത്തിൽ ഒരു കൈ കണക്കില്ല. അവന് പ്രത്യേകിച്ച് കണക്കില്ല. ഇത്ര തെറ്റാണ് അവൻ ചെയ്യുന്നത്, ഇല്ല, കണക്കില്ല. കുഞ്ഞുമക്കൾക്ക് അറിയാം. സ്കൂളിൽ പോകുമ്പോൾ ടീച്ചർ ചോദിക്കും, എന്താണ് നീ ഹോംവർക്ക് ചെയ്യാതെ? ടീച്ചർ, ഞാൻ ഇന്നലെ മെഡിക്കൽ കോളേജിലായിരുന്നു. ടീച്ചർ, ഞാൻ ഇന്നലെ ആശുപത്രിയിലായിരുന്നു. അവൻ എന്താ എഴുതാത്തെ? യഥാർത്ഥത്തിൽ അവൻ വീട്ടിലിരുന്ന് ടോം ആൻഡ് ജെറി കണ്ടുകൊണ്ടിരുന്നതാണ്. അവൻ സ്കൂളിൽ വന്ന് എന്താ പറയുന്നത്? ആശുപത്രിയിൽ. ഇതൊക്കെയാണ് പ്രശ്നം. മനുഷ്യനെ അശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അശുദ്ധി അല്ല ആവശ്യം, വിശുദ്ധിയാണ് ആവശ്യം. ഈ വിശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത തെറ്റുകളെല്ലാം ദൈവസന്നിധിയിൽ കരഞ്ഞ് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചതിന് ശേഷം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ആരാധനക്രമം അങ്ങനെയാണ്. ആദ്യം ദൈവത്തെ സ്തുതിക്കും. അതിനാണ് സ്തുതിലിത്താനി എന്ന് പറയുന്ന ഒരു പോർഷൻ വെച്ചിട്ടുള്ളത്. സ്തുതിലിത്താനി. ഈ സ്തുതിലിത്താനി പറഞ്ഞതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നത്? മധ്യസ്ഥ പ്രാർത്ഥന അല്ല, പാപക്ഷമ പ്രഖ്യാപനം. ഒരു മനുഷ്യൻ ആ ഒരാഴ്ച വട്ടക്കാലം ചെയ്ത പാപമാണ് പറയാൻ പോകുന്നത്. ഒരു മനുഷ്യൻ ഒരാഴ്ച ചെയ്ത പാപമാണ് ഒരു ദിവസം കൊണ്ട് പറയാൻ പോകുന്നത്. ദിവസം പ്രതി പറയും, ദൈവമേ, അങ്ങിൽ നിന്ന് തെറ്റി അലഞ്ഞ കുഞ്ഞാടാണ്, വഴിതെറ്റി പോയ കുഞ്ഞാടാണ്, ആടിനെ കാലിനെ അടിച്ചു.
അങ്ങനെ വഴിതെറ്റി പോകും. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരുത്തൻ ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ പാപത്തിന്റെ സ്വഭാവത്തിൽ പോവില്ല. കാരണം അവൻ എന്താണ്? അവൻ പുതിയ സൃഷ്ടിയാണ്. അവൻ പുതിയ സൃഷ്ടിയായിരിക്കൊണ്ട് തന്നെ അവൻ അടുത്തെത്തിയില്ല, തെറ്റിലേക്ക് പോകില്ല. പക്ഷെ നാം എല്ലാ ഞായറാഴ്ചയും എന്നിട്ട് എന്ത് പറയുന്നു? വഴിതെറ്റിപ്പോകും. കുറച്ച് കരുതം. എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ ജീവിതം? ഒരു പേരിന് വേണ്ടിയിട്ടുള്ള ക്രിസ്ത്യാനിയാണോ? പേരിന് വേണ്ടി ഞായറാഴ്ച വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിയാണോ? ഇതാ ഒരു മനുഷ്യന്റെ വിശുദ്ധ ജീവിതത്തെ തകർക്കുന്നത്. വേദപുസ്തകം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. ഒരുത്തൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരുത്തൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവൻ പിന്നെ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു എന്നുള്ളത്. പുതുതായി തീർന്ന ഒരു മനുഷ്യൻ വീണ്ടും പഴയതിലോട്ട് പോകാൻ പാടില്ല എന്നുള്ളത്. നമ്മുടെ ജീവിതം പരിശോധിക്കാം. നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിരോധമായിട്ട്, മറ്റുള്ളവർക്കെതിരായിട്ട്, നമ്മുടെ സംസാരമല്ല മറ്റുള്ളവർക്കെതിരായിട്ടാണ്. ഞാൻ ഉൾപ്പെടെ പറയുന്നത്, ഇപ്പൊ എന്നെ മാത്രം ഞാൻ മാറ്റി നിർത്തുന്നില്ല, ഞാൻ ഉൾപ്പെടെ പറയുന്ന കാര്യം മറ്റുള്ളവർക്കെതിരായിട്ട് മാത്രം സംസാരിക്കാനാണ് നമ്മുടെ നാവ് പൊങ്ങുകയുള്ളൂ. നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് പറയാനൊന്നുമില്ല, നമ്മുടെ ജീവിതത്തെ വിലയിരുത്താൻ നമുക്കൊന്നുമില്ല, അതിന് സമയമില്ല. പക്ഷേ നാം പറയുന്നത് മൊത്തം നീ കണ്ട അപ്പുറത്തെ വീട്ടിലെ, നീ കണ്ട ഇപ്പുറത്തെ വീട്ടിലെ രാഹുൽ, എന്തിന് എന്തിന് CSIയോടിലിരിക്കുന്ന എല്ലാ സഭാജനങ്ങളോടും, ദൈവ മക്കളോടും, ദൈവ ആലയങ്ങളോടും, ആ ദൈവം വസിക്കുന്നവരോട് പറയുന്ന കാര്യം, അശുദ്ധിയിലേക്ക് പോകുവാനായിട്ട് പാടില്ല. ദിനം പ്രതി നമ്മെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കണം. നാം ചെയ്യുന്ന പ്രവൃത്തി നാം തന്നെ വിലയിരുത്തി അതിനെ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിലേക്ക് ഏറ്റുപറയണം. കാരണം കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് അതിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്. ദൈവം നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു എന്ന് നമ്മൾ ദിനപ്രതി പറയുന്നു. ആ ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. എന്നാൽ മാത്രമേ അവരുടെ ജീവിതത്തിലെ വിടുതൽ ലഭിക്കുകയുള്ളൂ, അവരുടെ ജീവിതത്തിൽ മാത്രമേ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. ഒരു കുടുംബജീവിതം മേൽക്കുമേൽ മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുടുംബം മുകളിലോട്ട് ഉയർന്നു പോവുകയാണെങ്കിൽ ചിന്തിച്ചോളണം, അവന്റെ ജീവിതത്തിൽ അവൻ വിശുദ്ധ ജീവിതം നയിച്ച് അവൻ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് എന്നുള്ളത്. അല്ലാതെ ഞായറാഴ്ച മാത്രം വന്നിരുന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ ബാക്കി സമയം നമ്മുടെ പാപങ്ങളും ചെയ്ത് കുറ്റങ്ങളും ചെയ്ത് നാം ജീവിക്കുമ്പോൾ അതിൽ ദൈവപ്രവൃത്തി കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. ദിനം പ്രതി നാം വീണ്ടും താഴ്ചയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. നമ്മുടെ അപ്പനപ്പൂർമാർക്കൊക്കെ അറിയാം, അവർ വെളുപ്പാകാലത്ത് എഴുന്നേറ്റ് അവരെന്ത് ചെയ്യും? അവർ പ്രാർത്ഥിക്കും, മണിക്കൂർ കണക്കിന് പ്രാർത്ഥിക്കും, മണിക്കൂർ കണക്കിന്. എനിക്കറിയാം, എൻ്റെ അമ്മച്ചി വെളുപ്പിന് 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീറ്റ് 5 മണി 6 മണിയാകുമ്പോഴേ അവരവിടെ എഴുന്നേൽക്കുള്ളൂ. അന്നൊക്കെ നമ്മൾ ഒരുപാട് അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കില്ല, ഭയങ്കര ശബ്ദം, ഇതൊന്ന് നിർത്തിയിട്ടില്ലേ, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നറിയാം അതിൻ്റെ വില. ഇന്ന് ഞങ്ങളുടെ കുടുംബം ഒരു ലെവലിലായിട്ടുണ്ടെങ്കിൽ, ഒരു നിലയിൽ ഇന്ന് ഞാൻ ഈ മയക്കം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവരുടെ പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു ഒരു സമയം. നമ്മുടെ പ്രാർത്ഥനയിൽ എന്താ ചെയ്യേണ്ടത്? നാം ഓരോരുത്തരും ശുദ്ധീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിലേക്ക് ഇറങ്ങി പ്രാർത്ഥിക്കണം. കാരണം എന്തുള്ളതാണ്? നാം പഠിച്ചു, ദൈവാലയം, ദൈവം വസിക്കുന്ന സ്ഥലം. പൗലോസ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് എവിടെയാണ്? നിങ്ങളുടെ ഉള്ളിലാണ്. അപ്പോൾ ദൈവാലയം നിങ്ങളാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധിയിൽ ജീവിക്കണം. നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് വിശുദ്ധിയിൽ ജീവിക്കേണ്ടത്? നിങ്ങൾ പാപത്തിന്റെ കെണിയിൽ അകപ്പെട്ട് കിടക്കുന്നത്, നിങ്ങൾ പാപത്തിന്റെ ലോകത്താണ് ജീവിക്കുന്നത്. ഓരോ ദിവസം തോറും നിങ്ങൾ പാപം ചെയ്തുകൊണ്ടേയിരിക്കും. ആ പാപത്തിലാണ് കിടക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ദിനപ്രതി ശുദ്ധീകരിച്ച്, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ആ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ വിശുദ്ധി പ്രാപിക്കുവാൻ കഴിയണം. അങ്ങനെയെങ്കിൽ മാത്രം നമുക്ക് ചേർന്ന് പറയുവാനായിട്ട് സാധിക്കും. എന്തെന്ന് പറയാൻ പറ്റും? ദൈവമേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും. ഒന്നുറച്ച് പറയാമോ?
ദൈവമേ, വിശുദ്ധി, കേട്ടില്ല. ദൈവമേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ എന്ന് പറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവണം? വിശുദ്ധി ഉണ്ടായിരിക്കണം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.